ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് അത് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് നാളെ, അതായത് നവംബർ 17-ന് 3:30 കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു ധർണ നടത്തുന്നുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച്, മുല്ലപ്പെരിയാർ റിസർവോയറിലെ ജലനിരപ്പ് അടിയന്തരമായി 100-ൽ താഴെയാക്കുക, ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു ധർണയാണ്. പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം അവിടെ പങ്കെടുക്കുക. അതുപോലെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കമൻസ് ഞാൻ കുറേ ആയി, നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ വിഷയം വിട്ടുകളയരുത്. ഒരിക്കലും മറക്കുന്നൊരു വിഷയമല്ല. മഴക്കാലം മാറി എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, നമ്മൾക്ക് അതിന് ചെയ്യാൻ പറ്റും. ഞാൻ പണ്ടും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്വക്കേറ്റ് റസൽ ജോയ് സാറുമായിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെറ്റീഷൻ ലിങ്ക് ഉണ്ട്. അതിൻ്റെ ഞാൻ വീണ്ടും അത് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ആ ലിങ്കിൽ സൈൻ ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട്, അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പങ്കെടുക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നവംബർ 17-ന് 3:30 കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ധർണയിൽ അവിടെയുള്ള ആൾക്കാർക്ക് മാക്സിമം പങ്കെടുക്കാൻ, സൺഡേ ഒക്കെയാണ് എല്ലാവർക്കും ഒഴിവൊക്കെ ആയിരിക്കും. നമ്മുടെ കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിക്കും വേണ്ടി നടത്തുന്നതാണ്. രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയാണ്. കേരളത്തിന്റെ സുരക്ഷ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവി തലമുറയുടെ സുരക്ഷയെ കണ്ടുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ ഒരു ധർണയിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അറിയാത്ത ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ വീണ്ടും ഞാൻ പറയുന്നത്, പെറ്റീഷൻ ലിങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യുക. വളരെ സിമ്പിളാണ്. പെറ്റീഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പേജിൽ ഓപ്പൺ ആവും. അതിലേക്ക് നമ്മുടെ പേര്, ഇമെയിൽ ID ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നു. അത് നമുക്ക് ആ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് നോക്കി തന്നെ മനസ്സിലാവും. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ പഴയതിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. വേറൊന്നും ചെയ്യാനില്ല. എന്നിട്ട് നമ്മൾക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പെറ്റീഷൻ ലിങ്കിലും പറ്റാവുന്ന ആൾക്കാർ സൈൻ ചെയ്യുക. അതുപോലെ ഈ ഒരു ധർണയെക്കുറിച്ച് അറിയാത്ത ആളുകളിലേക്ക് മാക്സിമം പറയുക. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുക. ഈ ഒരു കാര്യം പല ആൾക്കാർക്കും അറിയാമെങ്കിലും സമയക്കുറവ് മൂലവും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ആരും ഒന്നും അതിന് മുതിരുന്നില്ല. പക്ഷെ നമ്മൾ ഓർക്കുക, സമയം മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് അത്. അവിടെ ധർണയ്ക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിനോ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ അതിൽ പങ്കെടുക്കുക. താങ്ക് യു സോ മച്ച്.